ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പുതിയതായി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ഞാൻ സ്ഥിരം വീഡിയോ ചെയ്യാറുള്ള ലൈസൻസ് എടുത്തിട്ടും വണ്ടി ഓടിക്കാതിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. ഈ മിസ്റ്റേക്കുകൾ നമ്മൾ ഈ ഡ്രൈവിങ്ങിൽ അവോയ്ഡ് ചെയ്താൽ തന്നെ ഒരുവിധം നമുക്ക് എല്ലാവർക്കും കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കി പറയാം. ഇതിലെ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു വണ്ടിക്കകത്ത് കയറിയിരുന്നിട്ട് നമ്മുടെ സീറ്റ് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. ചിലർ ഒത്തിരി ഫ്രണ്ടിലോട്ട് കയറ്റിയിടും, ചിലർ നല്ലോണം ബാക്കിലോട്ട് ഇറക്കിയിടും. അപ്പം അത് നമ്മുടെ കംഫർട്ടാണ്. ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത്ര സെന്റിമീറ്റർ മാറ്റിയിടണമെന്നൊന്നും ഞാൻ പറയാത്തത്. നമ്മുടെ കാലും ആക്സിലേറ്ററും ക്ലച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ്, എന്നിട്ട് നമുക്ക് സ്ട്രെയിൻ ഇല്ലാതെ ഇത് സീറ്റിൽ കംഫർട്ടായിട്ട് ഇരുന്നുകൊണ്ട് നമുക്കിത് ആക്സിലേറ്ററും ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ പറ്റണം. ഇതാണ് ഇതിനകത്തുള്ള സെയിം ഡിസ്റ്റൻസ് ഏതാണെന്ന് കറക്റ്റ് ഞാൻ പറയാതെ. കാരണം കാലിന് നീളമുള്ളവർക്ക് ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം, കുറവുള്ളവർക്ക് ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഇത് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ക്ലച്ചും ആക്സിലേറ്ററും ബ്രേക്കും ചവിട്ടാൻ പറ്റണം. അപ്പൊ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മിറേഴ്സ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലെ മിററും ലെഫ്റ്റ് സൈഡിലെ മിററും പിന്നെ നമ്മുടെ റിയർ വ്യൂ മിററും കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ മിറേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. അതൊക്കെ എനിക്കറിയാം, ബിഗിനേഴ്സ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലൂടെ വരുന്ന വാഹനങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ കാണണം. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ബാക്കിലുള്ള നമ്മുടെ ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണണം. ആ രീതിയിൽ കണ്ട് പകുതി മിററും കാറിന്റെ ആ ബാക്ക് സൈഡ് ഭാഗവും കാണുന്ന രീതിയിൽ നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്യണം. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ റിയർ വ്യൂ മിററെ. നമ്മൾ ഈ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഈ റിയർ വ്യൂ മിറർ വഴി ഇങ്ങനൊരു വ്യൂ നമുക്ക് കിട്ടിയിരിക്കണം. അപ്പൊ നമുക്ക് ബാക്കിൽ വരുന്ന വണ്ടികളെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. മിക്കവാറും വണ്ടികളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ടെഡി ബിയേഴ്സ് അല്ലെ ഫ്ലവേഴ്സ് ഒക്കെ എടുത്തു വെച്ച് ആ ഒരു വ്യൂ നമുക്ക് മറയുന്ന രീതി. അപ്പൊ അത് നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. എപ്പോഴും ഇത് വേണം. പിന്നുള്ളത് ലെഫ്റ്റ് സൈഡിലെ മിറർ വഴിയും ഇതുപോലെ തന്നെ നമുക്ക് റോഡും ലെഫ്റ്റ് സൈഡ് ഡോർ ഹാൻഡിലും കാണാൻ പറ്റണം. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സേഫ്റ്റി. അപ്പം നിങ്ങൾ സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഇടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ട്രാഫിക് റൂൾസ് കുറച്ചെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ റൂൾസിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ള. ഇത് റിലീസ് ചെയ്യുന്നതിന്റെ കേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് താഴോട്ടാക്കിയാൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. ഈ ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് ആയിട്ട് വീണോ നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലർ ഹാഫിൽ ഇട്ട് കിടക്കും. അതൊരു ഭയങ്കരമായിട്ട് വണ്ടിക്ക് നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് താഴോട്ട് ഫുൾ റിലീസ് ആയോ എന്നുള്ള ചെക്ക് ചെയ്യുക. അങ്ങനെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുമ്പോൾ ജസ്റ്റ് ആദ്യം നിങ്ങളടുത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഫസ്റ്റ് ഗിയർ ക്ലച്ച് ഫുള്ള് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം വണ്ടി പതുക്കെ മൂവ് ചെയ്യുക. വണ്ടി ജസ്റ്റ് എന്ന് വെച്ചാൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി മൂവ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ്. എന്നിട്ട് പതുക്കെ മൂവ് ആയി തുടങ്ങിയാൽ ഉടനെ തന്നെ ഫുള്ള് വീണ്ടും ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലോട്ട് ആക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് സ്പീഡ് കൂടുന്ന, ഇപ്പൊ 30, 40, 50 എന്നുള്ള രീതിയിൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഓരോ ഗിയർ പ്രോപ്പറായിട്ട് മാറ്റണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലച്ച് ബോക്സ് പെട്ടെന്ന് തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയും. കാരണം മിക്കവാറും ഉള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് 30, 40 വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. അത് ചെയ്യരുത്. പ്രോപ്പർ ഗിയറിലാണോ വണ്ടി കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശരിക്കും നോക്കുക. പിന്നെ അടുത്തൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ ബിഗിനേഴ്സ് എന്ന് വെച്ചാൽ ഞാനൊരു ബിഗിനർ ആയപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ,
എപ്പോഴും ഞാൻ ക്ലച്ചിൽ കാല് വെക്കും, ഒരു ഹാഫ് ക്ലച്ചിൽ കാല് വെച്ചിട്ടായിരിക്കും കൊടുക്കുക. അത് എൻ്റെ പേടി കൊണ്ടിട്ടാണ്, കാരണം നിന്ന് പോകുമോ, അപ്പൊ ഹാഫ് ക്ലച്ച് ഉണ്ടെങ്കിൽ വണ്ടി നിൽക്കില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അതൊരു ഭയങ്കര തെറ്റാണ്, അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഞാനത് ഡ്രൈവിംഗ് നല്ലോണം പഠിച്ചതിന് ശേഷമാണ് എനിക്കത് മനസ്സിലാക്കിയത്. കാരണം നമ്മൾ ഈ ഓരോ പ്രാവശ്യം ക്ലച്ച് ചവിട്ടുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രേക്കും എഞ്ചിനുമായിട്ടുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ വണ്ടി സ്മൂത്തായി വണ്ടി മൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ശരിക്കും കാലെടുത്ത് മാറ്റി വെക്കണം. ക്ലച്ച് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്തിട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ, വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വേറൊരു കേസും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഞാൻ പണ്ട് വണ്ടി ഇതുപോലെ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുവിധം നല്ല സ്പീഡിൽ പോവാണ്, എനിക്ക് പെട്ടെന്ന് നിർത്തണമെങ്കിൽ ഞാൻ പെട്ടെന്ന് ബ്രേക്കും ചവിട്ടും, പെട്ടെന്ന് ഫുള്ള് ക്ലച്ചും ചവിട്ടുമായിരുന്നു. അതും നിങ്ങൾ ചെയ്യരുത്. അതങ്ങനല്ല, ശരിക്കും നമ്മൾ ബ്രേക്ക് മാത്രം ചവിട്ടി സ്പീഡ് നല്ലവണ്ണം കുറഞ്ഞതിന് ശേഷം ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റി വണ്ടി നിർത്തുക, അതാണ് ചെയ്യുന്നത്. അപ്പം ഈ ഹാഫ് ക്ലച്ച് എവിടെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഒരുവിധമൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതൊക്കെ. ഈ സത്യത്തിൽ ഇനി എന്തൊക്കെ ഇടും, ഇനി ഇതുപോലെ നിങ്ങളുടെ കമന്റ് ഒക്കെ കേട്ടിട്ടാണ് ഞാൻ ഇടയ്ക്ക് വീണ്ടും എടുത്തിട്ട് ഇതൊക്കെ ഇട്ടാലോ എന്ന് ചിന്തിക്കുന്നത് തന്നെ. അപ്പം ഹാഫ് ക്ലച്ചിൻ്റെത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ സമയത്താണെന്ന് അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ട്രാഫിക്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഹിൽ ഏരിയകളിൽ ഒക്കെ പോകുമ്പോഴാണ് വണ്ടി ഇടിച്ച് നിൽക്കാതെ നമ്മളത് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓടിച്ചോണ്ട് ബാക്കി പറയാം. അപ്പം നമ്മൾ നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് റോഡിലോട്ട് കയറുന്നതിന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇൻഡിക്കേറ്റർ, എനിക്ക് റൈറ്റിലോട്ടാണ് ഇപ്പൊ കയറേണ്ടത്, ഞാൻ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു. റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി പതുക്കെ ഞാൻ മിററിൽ കൂടി നോക്കി വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം റോഡിൽ കയറി. നമ്മൾക്ക് വേണ്ട ഇതിപ്പോ 2 ലൈനുള്ള ഒരു റോഡാണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ലൈനിൽ കൂടാണ് ഞാനിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു മിനിമം സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, റൈറ്റ് സൈഡിൽ കൂടെ നല്ല സ്പീഡിലുള്ള വണ്ടികളെല്ലാം റൈറ്റ് സൈഡിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ റൈറ്റിലേക്കുള്ളത് ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ മിററിൽ കൂടി നോക്കണം, വണ്ടി ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റൈറ്റ് സൈഡ് ലൈനിലോട്ട് മാറി കയറുക. ഇപ്പൊ ഞാൻ റൈറ്റ് സൈഡ് ലൈനിലോട്ട് കയറി. എന്നിട്ട് ഇൻഡിക്കേറ്റർ തിരിച്ച് ഓഫ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. മിക്കവാറും ഉള്ള ഇപ്പോഴത്തെ വണ്ടികളിൽ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ മാറാറുണ്ട്, പക്ഷെ ഈ ലൈൻ ചേഞ്ചിന് മാറില്ല, അത് ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇവിടുന്ന് യു ടേൺ ആണ്. യു ടേൺ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം, നിങ്ങൾ ഈ ലെഫ്റ്റ് ലൈനിൽ നിന്നിട്ട് ഒരിക്കലും യു ടേൺ എടുക്കരുത്. ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി എനിക്ക് റൈറ്റിലോട്ട് പോകാനാണെന്ന് കാണിച്ച് റൈറ്റ് സൈഡ് കൊണ്ട് ചേർത്ത് നിർത്തിയതിന് ശേഷം മാത്രം റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ യു ടേൺ എടുത്ത് മൂവ് ചെയ്യുക. ഈ യു ടേൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എല്ലായിടും യു ടേൺ എടുക്കുന്നവരുടെ ഡിവൈഡർ കാണും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ റൈറ്റ് സൈഡിലോട്ട് ചേർത്ത് ഒരിക്കലും യു ടേൺ എടുക്കരുത്, കുറച്ച് ലെഫ്റ്റിൽ മാറിയേ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ വണ്ടി ആ ഡിവൈഡറിൽ വന്ന് ഇടിക്കും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പറയേണ്ട ഒരു കേസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് വേണം വണ്ടി ഓടിക്കാൻ. കാരണം ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയായിട്ട് നമ്മൾ തൊട്ടടുത്തൂടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സഡൻ ബ്രേക്ക് പിടിക്കേണ്ട കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ടിലെ വണ്ടി ബ്രേക്ക് ഇടിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഒന്ന് ഇടിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടിട്ടേ നിങ്ങൾ വണ്ടി ഓടിക്കാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഇപ്പൊ വലിയ വാഹനങ്ങൾ, ലോറിയോ ബസ്സോ അങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ ഇതിനെല്ലാം ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട്സ് എന്താണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ വണ്ടിയിലെ ഡ്രൈവർമാർക്ക് ഈ മിററിൽ കൂടി കാണാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്, അതിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വണ്ടി നിർഭാഗ്യവശാല് ആ ഭാഗത്താണെങ്കിൽ ഈ ഡ്രൈവറിന് നമ്മൾ ബാക്കിലുണ്ടെന്ന് അറിയാനും പറ്റില്ല. കറക്റ്റ് ആയിട്ട് അവര് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വണ്ടിയിൽ ഇടിക്കും, അല്ലെ സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വണ്ടി ഇടിക്കും, ആക്സിഡന്റ് ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് നോക്കണം, ബ്ലൈൻഡ് സ്പോട്ടിൽ കൊണ്ടുപോയി ഒരിക്കലും വണ്ടി നിർത്തരുത്. പിന്നെ എനിക്ക് ബിഗിനേഴ്സിനോട് പറയാനുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, വളരെ കാമായിട്ട് വണ്ടി ഓടിക്കുക. നമ്മള് പാനിക് ആവരുത്, ടെൻഷൻ ആവരുത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രൈവിങ്ങിൽ ഏറ്റവും ആദ്യം വേണ്ടതും അത് തന്നെയാണ്. നമ്മൾ ടെൻഷൻ അടിക്കാതെ പതുക്കെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കണം. അതിനാദ്യം വേണ്ടത് നമ്മൾ സ്പീഡ് കുറച്ച് ഓടിക്കുക. സിഗ്നലിൽ കൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ ഈ വണ്ടിയോട് ചേർന്ന് ഇങ്ങനെ ഒരിക്കലും കൊണ്ടിടരുത്. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന്
ഫ്രണ്ടിലിരിക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണത്തക്ക രീതിയിൽ മാത്രം ഡിസ്റ്റൻസിൽ വേണം നമ്മൾ വണ്ടി കൊണ്ടുവന്നിടാൻ. അതല്ല നമ്മൾ ഫ്രണ്ടിലോട്ട് പോകും തോറും നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റാതാവും. ആ ഒരു ഡിസ്റ്റൻസിൽ ഒരിക്കലും നിങ്ങൾ കൊണ്ടുവന്നിടരുത്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, എല്ലാപ്പോഴത്തെയും വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നന്നായി പ്രാക്ടീസ് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മടി മാറ്റി വെക്കണം, മനസ്സിലുള്ള പേടി മാറ്റി വെക്കണം. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ വിശ്വസിച്ച് നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങണം. എന്നിട്ട് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ആണ് ഡ്രൈവിങ്ങിൽ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നത്, നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ്, കുറച്ച് നേരം ഉള്ളെങ്കിൽ പോലും ധൈര്യപൂർവ്വം പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് അതുകൊണ്ട് പറ്റും. അപ്പം അതുകൊണ്ട് പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭയവും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എത്രയും നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് ഹാപ്പി ആയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോകാൻ പറ്റണം. അപ്പം എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.